അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹും ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും രണ്ടാലും ഒരു യാത്ര പോവുകയാണ്. അങ്ങനെ കുറെ നടന്നപ്പോൾ ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് വാഹനത്തിൽ കയറിയത് കണ്ടപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ വട്ടകത്തിൻ്റെ മൂക്ക് കയറി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ബഹുമാനിക്കാനുള്ള കാരണം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണല്ലോ. അപ്പം അതിനെ ബഹുമാനിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവരെ ആ വാഹനത്തിൻ്റെ കയറി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനിക്ക് വിഷമം തോന്നി, വേജാറായിപ്പോയി. കാരണം ഇതാരാണ് ചെയ്യുന്നത്? മുത്തുനബിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു അഹ്ലു ബൈത്താണല്ലോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നെ ഖിദ്മത്ത് ചെയ്യുകയാണ്, അതിന് ഞാൻ സമ്മതിക്കൂല. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളിങ്ങനെ ചെയ്യരുതേ, നിങ്ങളൊരു അഹ്ലു ബൈത്താണല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അതെ, ഇവിടെ നോക്കണം, ഞാനൊരു അഹ്ലു ബൈത്ത് എന്നുള്ള യാതൊരു ഹുങ്കുമില്ല. ബഹുമാനപ്പെട്ടവർ പറയാണ്, നമ്മളോട് മുത്തുനബി പഠിപ്പിച്ചതാണല്ലോ ഇങ്ങനെ ആലിമീങ്ങളെ ബഹുമാനിക്കണം, പണ്ഡിതന്മാരെ ബഹുമാനിക്കണമെന്ന് മുത്തുനബി നമ്മളോട് പഠിപ്പിച്ചതല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നത്, ഇതൊന്നും തെറ്റല്ല, നിങ്ങളൊന്നും വിഷമിക്കരുത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ അതിങ്ങനെ തുടരുകയാണ്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ട് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ചുംബിക്കുന്നു. അപ്പോഴാണ് ഈ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇങ്ങനെയാണ് അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കാൻ മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വളരെ രസകരമായ ഒരു സന്ദർഭം, വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട ഒരു വിഷയം. അതെ, അഹ്ലു ബൈത്തിനെ വേണ്ടതുപോലെ ബഹുമാനിക്കണം. അഹ്ലു ബൈത്ത് അത് എത്ര ചെറിയവരാണെങ്കിലും അവരെ ബഹുമാനിക്കൽ അത് നമ്മുടെ ബാധ്യതയാണ്. അവരെ ഒരു നിലക്കും നാം നിസാരപ്പെടുത്തരുത്, അവരെ സ്ഥാനം ഒരിക്കലും നാം കുറഞ്ഞു കാണരുത്. അതാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു ഇവിടെ നമ്മളോട് കാണിച്ച വലിയൊരു പാഠം. അതേ സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മെ ഈ സന്ദർഭത്തിലൂടെ നമ്മെ പഠിപ്പിച്ച വലിയൊരു പാഠം, ആലിമീങ്ങളെ ബഹുമാനിക്കണം. ആലിമീങ്ങൾ അവർ തങ്ങന്മാർ തന്നെ ആവണമെന്നുമില്ല. ആലിമാണോ പണ്ഡിതനാണോ അവരെല്ലാവരും ബഹുമാനിക്കേണ്ടതുണ്ട്. അവരെ ഗൗരവവും അവരെ ബഹുമാനവും ആരും കുറവാക്കി കാണരുത്, ആരും നിസ്സാരപ്പെടുത്തരുത് എന്ന അതേ അങ്ങോട്ടിങ്ങോട്ടും ആലിമീങ്ങളും തങ്ങന്മാരെയും ബഹുമാനിക്കേണ്ടതുണ്ട്. അത് മുഅ്മിനീങ്ങളെ ബാധ്യതയാണ് എന്ന വലിയൊരു സന്ദേശമാണ് ഈ സന്ദർഭത്തിലൂടെ, ഈ സംഭവത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. ഏതൊരു ആലിമിനെ കണ്ടാലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നല്ല ബഹുമാനം, നല്ല ആദരവ് അവർക്ക് നൽകണം. അതേപോലെ തന്നെ അഹ്ലു ബൈത്തിനെ കണ്ടാൽ, നബി കുടുംബം കണ്ടാൽ, അതെത്ര ചെറിയവനാണെങ്കിലും, നമ്മളെക്കാൾ വയസ്സിൽ ചെറിയവരായിരിക്കാം, നമ്മളെക്കാൾ ഇൽമിൽ ചെറിയവരായിരിക്കാം, അങ്ങനെ ഏത് രീതി നോക്കുമ്പോഴും ആ അഹ്ലു ബൈത്ത് നമ്മളെക്കാൾ ചെറിയവരാണെങ്കിലും അവരെ വലിയ ബഹുമാനിക്കൽ അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിക്കാൻ അത് വലിയ കാരണമാകുന്നു എന്ന് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിക്കേണ്ട എല്ലാവരെയും മാനിക്കേണ്ട രീതിയിൽ ബഹുമാനിക്കാൻ അവൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.